മഴത്തോരും മുമ്പേ പരമ്പരയിൽ ഉടൻ തന്നെ വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മനു അലീനയെ കണ്ടു പോയതിനു ശേഷം സ്റ്റാൻലി ചിന്തിച്ചുകൊണ്ട് തന്നെ ജനാലക്കരികെ നിൽക്കുകയാണ്. കാറ് പോയി കഴിഞ്ഞിട്ടും അലീന തിരിച്ചു വരുന്നില്ല. എവിടെ നിന്നാണോ അവൾ അതിഥിയെ യാത്ര അയച്ചത് അവിടെ നിന്ന് ഇളകിയിട്ടേയില്ല. കാർ തിരിച്ചെത്താൻ 25 മിനിറ്റോളം എടുത്തു. അലീന കൈ കാണിച്ചു കാർ നിർത്തുന്നതും ബൈജുവിനോട് സംസാരിക്കുന്നതും സ്റ്റാൻലി കണ്ടു. അതിനുശേഷമേ അവൾ വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോന്നുള്ളൂ. പിന്നീട് സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനോട് മനുശങ്കർ അലീനയെ കാണാൻ വന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഔതക്കുട്ടിച്ചായൻ. അവളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അവനറിയാമോ? ഞാനാണ് അലീനയുടെ പപ്പയെന്നും അവളുടെ അമ്മ മേനോന്റെ ഭാര്യയാണെന്നും അത് അലീനയോട് തന്നെ ചോദിക്കണം. മേനോൻ എന്നോട് പറഞ്ഞത് അലീനയെ പറ്റിയുള്ള യാഥാർത്ഥ്യം അയാൾക്ക് മാത്രമേ അറിയാവൂ എന്നാണ്. അത് ശരിയായിരിക്കും. എങ്കിൽ ആ ചെറുപ്പക്കാരൻ എന്തിന് അലീനയെ അന്വേഷിച്ചു വന്നു? അവനെ സംബന്ധിച്ചിടത്തോളം അവൾ മേനോന്റെ വീട്ടിലെ സെർവന്റ് മാത്രമായിരുന്നു. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയ സെർവന്റിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു പുറകെ ചെല്ലണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടായിരിക്കണമല്ലോ. അത് ശരിയാ. വീട്ടുവേലയ്ക്ക് നിന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ചു വരേണ്ട കാര്യമില്ല. അവന്റെ വീട്ടിലല്ല അലീന ജോലിക്ക് നിന്നത്. അതും നമ്മൾ ആലോചിക്കണം. അപ്പച്ചന് എന്തു തോന്നി? ചോദ്യം അർത്ഥവത്തായിരുന്നതിനാൽ ഔതക്കുട്ടിച്ചായൻ മറുപടി പറയാൻ 2 നിമിഷം എടുത്തു. അവര് തമ്മിൽ നല്ല പരിചയമാ. അവൻ വന്നത് അവൾക്ക് വലിയ സന്തോഷമായി. വീട്ടിൽ നിന്ന് വേലക്കാരിയോട് പെരുമാറുന്ന പോലെയൊന്നുമല്ലായിരുന്നു അവൻ. ഒപ്പത്തിനൊപ്പമുള്ള കൂട്ടുകാരെ പോലെയാ. അന്തസ്സുള്ള പെരുമാറ്റമായിട്ടാ എനിക്ക് തോന്നിയത്. മേനോൻ പറഞ്ഞയച്ചതല്ലോ അവന്? ആണോ? അല്ലെന്ന് തോന്നുന്നു. അവളോട് ചോദിക്കാം. പതുക്കെ മതി. അവൻ മേനോന്റെ ആരാണെന്നാ പറഞ്ഞത്? മേനോന്റെ ഭാര്യയുടെ ആങ്ങളുടെ മകൻ. മേനോൻ അവളെ കാണാൻ വരുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ മറ്റു ബന്ധുക്കളൊന്നും വേണ്ട. 2 വള്ളത്തിൽ കാൽ വെച്ച് നിൽക്കുന്നത് അവൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. മുറിക്കേണ്ടതൊക്കെ ആദ്യം തന്നെ മുറിച്ചേക്കണം. പാലായിൽ നിന്ന് അവൾക്ക് ബന്ധുക്കളും അവകാശികളും വേണ്ട. അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല ലാലിച്ച. നമ്മളെക്കാൾ കാര്യവിവരമുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പറയാനുള്ളത് പറയണം. ഏതായാലും നീ പറയണ്ട. നിനക്ക് സംസാരിക്കാൻ അറിയില്ല. സ്റ്റാൻലി തല തിരിച്ച് ഔതക്കുട്ടിച്ചായനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുന്നിൽ നീ തോറ്റു പോകുമെന്നാ പറഞ്ഞത്. ഔതക്കുട്ടിച്ചായൻ വ്യാഖ്യാനം നൽകി. പിറ്റേന്ന് അലീനയുമായി വെറുതെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഔതക്കുട്ടിച്ചായൻ ചോദിച്ചു, ആ ചെറുക്കനെ മേനോൻ പറഞ്ഞു വിട്ടതായിരുന്നോ മോളെ? നിന്റെ ക്ഷേമം അന്വേഷിച്ചു വരാൻ? അല്ല, മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ, അലീന പറഞ്ഞു. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അവൻ വേറൊരു വീട്ടിലല്ലേ താമസം? എറണാകുളത്തല്ലേ അവന്റെ ജോലി? കൊല്ലപ്പള്ളിയിലാ മനുവേട്ടന്റെ വീട്. എന്നാലും എറണാകുളത്തു നിന്ന് വരുമ്പം കടപ്പാട്ടൂരെ വീട്ടിൽ വരും. അച്ഛനുമായിട്ട് വലിയ കൂട്ടാ മനുവേട്ടൻ. മനുശങ്കറിനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണിലുണ്ടാകുന്ന തിളക്കവും കവിളത്തെ ശോണിമയും ഔതക്കുട്ടിച്ചായൻ ശ്രദ്ധിച്ചു. നീ എവിടെ വെറും വേട്ടുവേലക്കാരിയല്ലായിരുന്നോ മോളെ? എന്നാലും മനുവേട്ടൻ എന്നോട് അങ്ങനെയൊന്നുമല്ല പെരുമാറിയിട്ടുള്ളത്. എനിക്ക് ആ വീട്ടിൽ വെച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മനുവേട്ടനാ എനിക്കു വേണ്ടി പിന്തുണ നിന്നത്. ഇല്ലെങ്കിൽ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം അമ്മയും സഹോദരങ്ങളുമെല്ലാം ശത്രുക്കളെ പോലെ നിന്ന് പോരടിക്കുമ്പോൾ ഒരാള് നമ്മുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നത് എത്ര വലിയൊരു ആശ്വാസ. അവനറിയാമോ മോളെ നീ ആരാണെന്ന്? അലീന ഏതാനും നിമിഷം മൗനമായിരുന്നു. അതിനുശേഷം പറഞ്ഞു, അറിയാം. എങ്ങനെ? മേനോൻ പറഞ്ഞു കൊടുത്തോ? അല്ല, എങ്ങനെയോ അറിഞ്ഞു. എന്റെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. താല്പര്യം എന്ന് വെച്ചാ എങ്ങനെയുള്ള താല്പര്യമാ? അവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത്? അതിനും മറുപടി പറയാൻ സമയമെടുത്തു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ഇഷ്ടമാ? കല്യാണം കഴിക്കാനോ? ഔതക്കുട്ടിച്ചായൻ മൂളി. എന്നിട്ട് ദീർഘശ്വാസം എടുത്തു. ലാലിച്ചന് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കാണും. അലീന മുഖം തിരിച്ച് ഔതക്കുട്ടിച്ചായനെ നോക്കി. എനിക്കു പോലും വേണ്ടല്ലോ വല്യപ്പച്ച ഈ എസ്റ്റേറ്റോ ബംഗ്ലാവോ ഒന്നും. ഇത്തിരി സ്നേഹം മാത്രമേ ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഔതക്കുട്ടിച്ചായന് കുറച്ചിൽ തോന്നി. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മോളെ. അവന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, അതോ നിനക്ക് അങ്ങോട്ടുമുണ്ടോ? അലീനയുടെ കണ്ണിൽ നനവൂറി. അവൾ മൂളി. അവനോട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തു ചെയ്യും നീ? എനിക്കറിയില്ല വല്യപ്പച്ച. ഞാൻ കുറെ തടഞ്ഞു നോക്കി. എന്നെ ഒരു പെങ്ങളായിട്ട് മാത്രം കാണണമെന്ന് കരഞ്ഞു പറഞ്ഞു. പക്ഷേ അവസാനം എനിക്കു മനസ്സിലായി, ഞാനാണ് കള്ളി. ആദ്യം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചിട്ട് വേണ്ടേ ഞാൻ മറ്റൊരാളെ തിരുത്താൻ? മോളെ, നീ ആദ്യം പറഞ്ഞതല്ലേ ശരി. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ ആങ്ങളയുടെ മോനെന്ന് പറയുമ്പം ആങ്ങളെ പോലെയല്ലേ? നീ അങ്ങനെ തന്നെ കരുതണം.
ഞാൻ അങ്ങനെയൊക്കെയാ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ ഇപ്പം എനിക്കെന്തോ പറ്റിയെന്ന് പോലും അറിയില്ല. അലീന തന്റെ നിസ്സഹായത തുറന്നു കാട്ടി. അവൻ നിന്നെ വശീകരിച്ചു കാണും. സംശയം എന്താ? യേശുവിന്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ വല്യപ്പച്ച. ഒരനാഥാലയത്തിലെ ഇരട്ടത്ത് കിടന്ന എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ? ഇനിയും എന്റെ കൈ പിടിച്ചു വഴി നടത്തട്ടെ. ദൈവം തമ്പുരാന് ഇതിലൊന്നും ഒരു കയ്യുമില്ല മോളെ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കി നടത്താൻ പുള്ളിക്കാരനെ അറിയാൻ മേലാഞ്ഞിട്ടാണോ ഇവിടെ എത്ര കുഴപ്പങ്ങള്? എങ്ങും ഒരു ഉറുമ്പ് കടി പോലും ഇല്ലാത്ത വിധത്തിൽ നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ പുള്ളിക്കാരന് പറ്റും. പിന്നെ എന്തുകൊണ്ടാ ചെയ്യാത്തെ? ഇത് ചെകുത്താന് സ്ത്രീധനമായിട്ട് കൊടുത്ത സ്ഥലമാ. ഇതിനകത്ത് ഇവിടെയും അവിടെയും കൈയിട്ട് വാരാനൊന്നും പുള്ളിക്കാരന് കഴിയല. ഇവിടുത്തെ പരീക്ഷയൊക്കെ പാസ്സായിട്ട് അങ്ങോട്ട് ചെന്ന സമാധാനമായിട്ടിരിക്കാനുള്ള സ്ഥലം കൊടുക്കും, അത്രമാത്രം. ഔതക്കുട്ടിച്ചായന്റെ വിശലനം കേട്ട് അലീനയ്ക്ക് ചിരി വന്നു. ചിരിക്കാൻ പറഞ്ഞതല്ല മോളെ. ഔതക്കുട്ടിച്ചായൻ കാര്യഗൗരവത്തിലേക്ക് വന്നു. അതുകൊണ്ട് നിന്റെ മനസ്സിൽ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ നുള്ളിക്കളഞ്ഞേക്കണം. പിന്നെങ്ങാനും കളയാമല്ലോന്ന് വിചാരിച്ച് അലസമായിട്ട് ഇട്ടോണ്ടിരുന്നാൽ നമ്മൾ അറിയാതെ തന്നെ അതങ്ങ് പടർന്നു പന്തലിച്ചു വലിയ മരമായിട്ട് വരും. പിന്നെ അത് മുറിക്കണമെങ്കിൽ അറക്കവാള് വേണം, കോടാലി വേണം, വെട്ടരിവാള് വേണം. എന്തിനാ വെറുതെ വയ്യാവേലി? അലീന മൗനമായിരിക്കുന്നത് കണ്ട് ഔതക്കുട്ടിച്ചായന് ഉത്സാഹമായി. അതുമാത്രമല്ല മോളെ, നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർന്നവളാ. ലാലിച്ചന്റെ മോളാ. ലാലിച്ചനാണെങ്കിൽ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാ. ബ്രിജിത്ത മാമി എന്നെ ഒരു ക്രിസ്ത്യാനിയായി വളർത്തിയത് എന്റെ പപ്പ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. രേവതി കുട്ടിയെ ഒരു ഹിന്ദു പെൺകുട്ടിയായി വളർത്തിയത് അവളുടെ അച്ഛൻ ഒരു ഹിന്ദു ആയതുകൊണ്ടുമല്ല. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതങ്ങൾ ഒരു തടസ്സമല്ലേ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ. രാത്രിയിലൊക്കെ രേവതിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൈമടക്കിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അവൾ ഒരു ഹിന്ദുവാണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും ഒരമ്മയുടെ വയറ്റിന്ന് ജനിച്ച മക്കളാണെന്നേ തോന്നിയിട്ടുള്ളൂ. താൻ മൂർച്ച കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ആയുധങ്ങളുടെയും മുന ഒടിഞ്ഞുവെന്ന് ഔതക്കുട്ടിച്ചായന് തോന്നി. ഇതെല്ലാം മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിരത്തുന്ന ന്യായവാദങ്ങളാണെന്ന് വിചാരിക്കല്ലേ വല്യപ്പച്ച. വല്യപ്പച്ചൻ ചോദിച്ചപ്പോ എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു നുണ പറയായിരുന്നു. പക്ഷെ പറഞ്ഞില്ലല്ലോ. മനുവേട്ടനെ എനിക്കിഷ്ടമാണ്. കടപ്പാട്ടൂരെ വീട്ടിൽ ഞാൻ വെറും ഒരു വേട്ടുവേലക്കാരിയായി കഴിഞ്ഞ സമയത്ത് എന്നെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ എന്നോട് അലിവും സ്നേഹവും കാണിച്ചിട്ടുള്ള ആളാണ് മനുവേട്ടൻ. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല വല്യപ്പച്ച. പക്ഷേ കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ വരുന്ന പോലെ വരട്ടെ, അലീന പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ മോളെ. ആ വിഷയത്തിൽ നിന്നു തലയൂരാനുള്ള വ്യഗ്രതയോടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. രേവതിക്കുട്ടി കമഴ്ന്ന് കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് തലയണയിൽ വെച്ച് നമ്പർ പ്രസ് ചെയ്യാൻ തുടങ്ങി. 2-3 തവണ ശ്രമിച്ചിട്ടും ലൈൻ കിട്ടാതായപ്പോൾ അവൾ ദേഷ്യത്തിൽ പിറുപിറുത്തു. ഇയാളത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ, എപ്പോഴും നോട്ട് റീച്ചബിൾ. അവൾ അടുത്ത നമ്പർ ഡയൽ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ അലീനയുടെ ഹലോ ശബ്ദം കേട്ടു. അലീന ചേച്ചി ഉറങ്ങായിരുന്നോ? ഇല്ല, നീ എത്തിയോ മോളെ? ഓ, സന്ധ്യക്ക്. എവിടെ അങ്കിളും ആന്റിയും? അവരൊക്കെ കിടന്നു ചേച്ചി. രോഹിത്തേട്ടനെ ഞാൻ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അപ്പൊ ആദ്യം നീ രോഹിത്തിനെയാണ് വിളിച്ചത്, എന്നെ അല്ല. ഒരു ഗുഡ് നൈറ്റ് ആദ്യമേ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് തീരുമ്പോഴേക്കും നേരം വെളുക്കില്ലേ? നോക്കണേ, അസൂയയാണോടി? നിങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ? ചേച്ചി വിളിക്കാറുണ്ടോ? മിക്കവാറും എല്ലാ ദിവസവും. അച്ഛനെയും വിളിക്കും. നിനക്കൊന്ന് വിളിച്ചൂടായിരുന്നോ? ഈയിടെ വിളിച്ചപ്പോഴും നിന്നെ പറ്റി ചോദിച്ചു. ഞാൻ ഭയങ്കര ബിസി അല്ലായിരുന്നോ ചേച്ചി? അലീന ചേച്ചി വേണ്ടി അതെല്ലാം പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ സുഖവാസ സ്ഥലങ്ങളിൽ കൂടി കറങ്ങി നടക്കുകയാണെന്ന്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബോബിച്ചായനും സാന്ദ്രയും ഒക്കെ പോയോ? അതോ ഇപ്പോഴും കൂടെയുണ്ടോ? അവരുണ്ട് ഇവിടെ, നാളെയേ പോകത്തുള്ളൂ. എന്റെ അലീന ചേച്ചി, ഈ ബോബിച്ചായൻ എന്നാ തമാശക്കാരനാണെന്ന് അറിയാമോ? നമുക്കെപ്പോഴും ചിരിക്കാനേ നേരമുള്ളൂ. ഒരു ദിവസം ചിരിച്ചു ചിരിച്ച് വിക്കി ശ്വാസം പോലും കിട്ടാതെ കണ്ണൊക്കെ നിറഞ്ഞ് ആന്റി പുറം തിരുമ്മി തന്നിട്ടാ ശ്വാസം നേരെയായത്. തമ്മിൽ ആരാ മൂത്തത്, സാന്ദ്രയോ ബോബിച്ചായനോ? കണ്ടാ തോന്നും സാന്ദ്ര ചേച്ചിയാണെന്ന്. പക്ഷെ ബോബിച്ചായന്റെ ഇളയതാ. ആന്റിയുടെ ആങ്ങളയുടെ മക്കളല്ലേ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? ഓ, ഈ അലീന ചേച്ചിയുടെ ഒരു കാര്യം. അങ്കിളിന്റെ പെങ്ങളുടെ മക്കൾ. ബോബിച്ചായൻ സൗദിയിലാ ജോലി ചെയ്യണേന്നും സാന്ദ്രേച്ചി BSc നഴ്സിംഗ് കഴിഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് മറന്നോ? സോറി, ഞാൻ മറന്നുപോയി മോളെ. ഇനി ഓർത്തിരുന്നോളാം. പറ, വിശേഷങ്ങൾ കേൾക്കട്ടെ. രേവതിക്കുട്ടി ഒന്ന് തിരിഞ്ഞു കിടന്നു യാത്രാവിവരണം ആരംഭിച്ചു. ഇടയ്ക്ക് കുറച്ചു സമയം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു സംസാരിച്ചു. വീണ്ടും കിടന്നുകൊണ്ട് സംസാരം തുടർന്നു. അതങ്ങനെ തുടർന്നു പോയി. ഒടുവിൽ അവൾ അലീനയോട് പറഞ്ഞു, ഇനി അലീന ചേച്ചിയുടെ കാര്യങ്ങൾ പറയും. പപ്പയുമായിട്ട് നല്ല പോലെ ഇണങ്ങിയോ?
നല്ല പോലെ ഇണങ്ങിയെന്ന് പറയാറായിട്ടില്ല. എന്നാലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ദേഷ്യക്കാരനാണ് മോളെ. അടുത്തു ചെല്ലാൻ പോലും പേടിയാ എല്ലാവർക്കും. പക്ഷേ ഞാനിടയ്ക്ക് ചില കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നോടും ദേഷ്യപ്പെടും. എന്നാലും ഉള്ളിൽ എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. വല്യപ്പച്ചൻ പറയണത് പപ്പയുടെ ജീവിതത്തിലെ എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ തോൽവി സമ്മതിച്ചിട്ടുള്ളെന്നാ. എനിക്കും ഒന്ന് കാണണം അലീന ചേച്ചിയുടെ പപ്പനെ. ഒരു ദിവസം അങ്കിളിനെയും ആന്റിയെയും കൂട്ടി നീ ഇങ്ങ് വാടി. അലീന ക്ഷണിച്ചു. ഞാൻ വരുന്നത് ഇഷ്ടപ്പെടുമോ? ഞാനില്ലേടി ഇവിടെ. പക്ഷേ പപ്പയുടെ അടുത്ത് നിന്റെ വിളച്ചിലൊന്നും നടക്കില്ല. പപ്പ കണ്ണുരുട്ടി ഒരു നോട്ടം നോക്കിയാൽ നീ ഓടും. പാലാരിവട്ടത്ത് ചെന്നിട്ട് തിരിഞ്ഞു നോക്കത്തുള്ളൂ. ഞാനും കണ്ണുരുട്ടാനൊക്കെ പഠിച്ചു. ചേച്ചി എന്താ വിചാരിച്ചേ? ബോബി ചായൻ ചിലപ്പോ ചില അളിഞ്ഞ തമാശകളൊക്കെ പറയുമ്പോ ഞാനൊന്ന് കണ്ണുരുട്ടും, പിന്നെ മിണ്ടത്തില്ല. ഇത് അങ്ങനെയൊന്നുമല്ലടി, ഒരു സിംഹമാ. എനിക്കിവിടെ ഒരു ഉഗ്രൻ സപ്പോർട്ടുണ്ട്, വല്യപ്പച്ചൻ. അതൊരു ദിവസം വന്നിട്ട് പോയില്ലായിരുന്നോ? ഇപ്പോഴും ഉണ്ടോ അവിടെ? ഞാൻ വന്ന ശേഷം വല്യപ്പച്ചൻ ഇവിടെ സ്ഥിര താമസമാക്കി. അല്ലെങ്കിൽ പുലനൂരിലുള്ള തറവാട്ടിലായിരുന്നു താമസം. വല്യപ്പച്ചൻ ആളൊരു രസികനാണ്. ഇടയ്ക്ക് അപ്പനും മോനും കൂടെ വഴക്കു കൂടും. അത് കാണാൻ നല്ല രസാ. ചേച്ചി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും ഒന്നും പറയാതെ ആദ്യം മുതൽ എല്ലാം വിശദമായിട്ട് പറ. അലീന താൻ ഇവിടെ വന്ന ശേഷമുള്ള ഓരോ സംഭവങ്ങളും വിസ്തരിച്ച് പറഞ്ഞു തുടങ്ങി. രേവതി കുട്ടി മൂളി കേട്ടുകൊണ്ടിരുന്നു. അലീനയും പൗലോസും തമ്മിലുണ്ടായ വഴക്ക്, അലീന സ്റ്റാൻലിയുടെ മുമ്പിൽ നടത്തിയ സമരം, ഒടുവിൽ പൗലോസിന്റെയും കൂട്ടരുടെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത്, പൗലോസ് ജോലി ഉപേക്ഷിച്ചു പോയത്, അലീന സ്റ്റാൻലിയെ പതുക്കെ പതുക്കെ സ്വാധീനിച്ചു തുടങ്ങിയത്, എല്ലാം ഫോണിലൂടെ വിസ്തരിക്കപ്പെട്ടു. മനുശങ്കർ അലീനയെ കാണാൻ വന്ന വിവരം കേട്ടതും രേവതി കുട്ടി ചോദിച്ചു, ചേച്ചി എന്നോടൊരു സത്യം പറയോ? എന്താണ്? മനുവേട്ടനോട് ചേച്ചിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇത്തിരി സെന്റിമെന്റ്സ് ഇല്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടം ഉണ്ട്, സ്നേഹം, പ്രേമം. മറുവശത്ത് നിശബ്ദത. കള്ളി, എന്റെ അടുത്തുള്ള സത്യം പറഞ്ഞോ. എനിക്ക് നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭയങ്കരി. എന്നിട്ട് ഇത്രയും നാളും ആരോടും പറയാതെ ഒളിച്ചു വെച്ചു അല്ലേ? അങ്ങേ തലയ്ക്കൽ നിന്നു ദുർബലമായൊരു തേങ്ങൽ ചിറകടിച്ചെത്തി. അലീന ചേച്ചിക്ക് അറിയാണോ? രേവതി കുട്ടിക്ക് വേവലാതിയായി. താൻ കളിയാക്കിയത് കൊണ്ടാണോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ ചേച്ചി. അതല്ലേ മോളെ. അലീനയുടെ തണുത്ത സ്വരം വന്നു. ഈ സ്നേഹം തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. സങ്കടപ്പെടുകയാണോ സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്നെ തന്നെ തടയാൻ. ഇപ്പം എനിക്ക് തോന്നുക ഞാൻ തോറ്റുപോയെന്ന്. പറഞ്ഞു നിർത്തിയതിന് പുറമെ വിങ്ങി വിങ്ങിയുള്ള കരച്ചിലും വന്നു. സാരമില്ല ചേച്ചി, ഞാനില്ല അടുത്ത്, രേവതി കുട്ടി ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. അലീന ചേച്ചി വിഷമിക്കേണ്ട കേട്ടോ. മനുവേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയത് അത്ര വലിയ തെറ്റൊന്നുമല്ല. സമയമുണ്ടല്ലോ, എന്താ വരുന്നെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. എന്റെ അങ്കിളും ആന്റിയും ഉണ്ട്. പിന്നെ കടപ്പാട്ടൂരെ അച്ഛനില്ലേ, രോഹിത്തേട്ടനും ബബിതയും കൃഷ്ണമോളും ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കില്ലേ? പിന്നെ ചേച്ചിയുടെ വല്യപ്പച്ചൻ, ആ കക്ഷിയുടെ പേര് മറന്നുപോയല്ലോ. ഔതക്കുട്ടിച്ചായൻ. ആ, ഔതക്കുട്ടിച്ചായന്റെ മക്കളൊക്കെ എങ്ങനെയാ? ചേച്ചിയോട് ഇഷ്ടാണോ? അതോ? ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇഷ്ടമല്ലെന്നാ വല്യപ്പച്ചൻ പറഞ്ഞത്. ഈ വല്യപ്പച്ചനാകിയ മൊത്തം എല്ലാം കൂടെ എത്ര മക്കളുണ്ട്? പപ്പയെ കൂടാതെ 3 ആണും 2 പെണ്ണും. അവരൊക്കെ എവിടെയാ? പെൺമക്കളെ എല്ലാം കെട്ടിച്ചു വിട്ടെന്നാ പറഞ്ഞത്. ആൺമക്കളും കല്യാണം കഴിച്ച് പുനലൂരും പത്തനംതിട്ടയിലുമൊക്കെയാ താമസം. ഏറ്റവും ഇളയ മകനാ തറവാട്ടിൽ. അവരുടെയൊന്നും പേര് ചേച്ചിക്കറിയില്ലേ? എന്നോട് പറഞ്ഞിരുന്നു. ഒരാളുടെ പേര് ഔസേപ്പച്ചനാണെന്ന് തോന്നുന്നു. പപ്പയുടെ നേരെ ഇളയതാ. ഇപ്പോ തറവാട്ടിൽ നിൽക്കുന്ന ആളിന്റെ പേര് റോബിച്ചനാണോ അതോ ആൽപ്പിച്ചനാണോ? എനിക്ക് നല്ല തീർച്ചയില്ല. പപ്പയുടെ അമ്മയുടെ പേര് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയാം. എന്താ? ചിന്നമ്മ. ഓ, ആ അമ്മച്ചിയുടെ അച്ചിൽ വാർത്തെടുത്താണല്ലോ ചേച്ചി അല്ലേ? അലീനയുടെ നേർത്ത ചിരി ഫോണിലൂടെ കേട്ടു. മുൻപത്തെ കള്ളക്കരച്ചിലൊക്കെ ഇപ്പൊ എവിടെ പോയി? രേവതി കുട്ടി കുസൃതിയോട് ചോദിച്ചു. പോടി അവിടുന്ന്. ചേച്ചി, ഈ വല്യപ്പച്ചനെ കൊണ്ടു നമുക്കൊന്ന് അന്വേഷിപ്പിച്ചാലോ? മറ്റേ ഷെറിൻ ചേച്ചിയുടെ കാര്യം. ചേച്ചി അതൊക്കെ മറന്നോ? വല്യപ്പച്ചന് പുനലൂർക്കാരനല്ലേ? പുനലൂർ എന്ന് വെച്ചാ ഇത്തിരി വട്ടത്തിലുള്ള സ്ഥലമാണോ മോളെ? വലിയൊരു നിയോജക മണ്ഡലമാ. അവിടെ എവിടാണെന്ന് വിചാരിച്ച? എന്തായാലും നീ അഡ്രസ്സ് തന്നേക്ക്. വല്യപ്പച്ചനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചാ പോരാ, അന്വേഷിപ്പിക്കണം. നാളെ ഞാൻ എല്ലാം കുറിച്ചു തരാം. ചിന്നുമോളെ നമുക്കൊന്ന് പോയി കാണണ്ടേ മോളെ? ശരിയാ, ഞാൻ ഇന്നും ചിന്നുമോളുടെ കാര്യം ഓർത്തു. ചേച്ചി ഇനി എന്നാ എറണാകുളത്ത് വരുന്നേ? നമുക്കൊന്നിച്ചു പോകാം. ഞാൻ എറണാകുളത്ത് വരണ്ടല്ലോ. ഇവിടുന്ന് കൊട്ടാരക്കര വഴി കൊല്ലത്തേക്ക് വരാൻ എളുപ്പാ. നീ എറണാകുളത്ത് നിന്ന് വന്നാ മതി. വരുന്ന ദിവസം പറഞ്ഞ ഞാൻ ഇവിടുന്ന് വരാം. എന്നിട്ട് കൊല്ലത്ത് വെച്ച് നമുക്ക് ഒന്നിച്ചു കൂടാം. എന്നാ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. അങ്ങനെ ഫോൺ ഓഫ് ചെയ്തിട്ട് രേവതി കുട്ടി കിടന്നു.
പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കുമ്പോൾ രേവതിക്കുട്ടി മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും മുൻപിൽ അപേക്ഷ സമർപ്പിച്ചു. കൊല്ലത്തു പോകണം, ചിന്നുമോളെ കാണണം. ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടന്നാ മതിയോടിയെന്നും. നീ ആരാ, ഉലകം ചുറ്റും വാലിബയോ? മാമച്ചൻ കപട ഗൗരവത്തിൽ ചോദിച്ചു. അങ്കിളെ പ്ലീസ്, അലീന ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാ പറഞ്ഞത്? ഇന്നലെ രാത്രി. അത് ശരി, എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നില്ലാതെ, ഇന്നലെ രാത്രി വേറെന്തായിരുന്നു പണി? അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറഞ്ഞ് കിടന്നപ്പം പാതിര കഴിഞ്ഞു. ഫോൺ ബില്ല് വരട്ടെ, ബാക്കി വിശേഷങ്ങൾ അന്നേരം ഞാൻ പറയാം. മാമച്ചൻ അവളെ ഭീഷണിപ്പെടുത്തി. നില്ല്, വേറൊരു കാര്യം പറയട്ടെ. അലീന ചേച്ചിയുടെ വല്യപ്പച്ചനെ കൊണ്ടു ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ പറ്റി അന്വേഷിപ്പിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓഹോ, അവൾക്ക് അവിടെ എങ്ങനെയുണ്ട്? കുളത്തൂപ്പുഴ അങ്ങനല്ലേ സ്ഥലപ്പേര്? രേവതിക്കുട്ടി അവിടെ ഇരുന്ന് അലീനയിൽ നിന്ന് താൻ അറിഞ്ഞ വിവരങ്ങൾ അത്രയും അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ ആളുമിടുക്കിയാണല്ലോ. അവിടെയും ചെന്ന് എല്ലാരെയും കയ്യിലെടുത്തോ? മാമച്ചൻ വിസ്മയത്തോടെ പറഞ്ഞു. പിന്നെ എന്റെ അലീന ചേച്ചിയെ പറ്റി നിങ്ങൾ എന്താ കരുതിയത്? ചേച്ചി ഒരു മുള്ളിൽ ചോയിട്ടിട്ട് ആ ചോര ഉണങ്ങുമ്പോഴേക്കും ആ മുള്ളിരുന്നിടത്ത് ഒരു പൂ വിരിയും. ഓ, അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കണ്ട കേട്ടോ. എന്തായാലും മനുഷ്യസ്ത്രീ തന്നെയല്ലേ? ബോബി കളിയാക്കി. ബോബി ചായൻ ഒന്നും അറിയാതെ വെറുതെ പറയില്ലേ? രേവതിക്കുട്ടി നീരസം പൂണ്ടു. ബോബി, നീ ഇവളെ എന്തു വേണമെങ്കിലും പറഞ്ഞോ. അവളുടെ അലീന ചേച്ചിയെ കുറ്റം പറഞ്ഞ അവൾക്ക് സഹിക്കത്തില്ല. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്ക് എന്ന് പറഞ്ഞു ഗ്രേസമ്മ. ഷെറിൻ ചേച്ചിയുടെ പുനലൂരുള്ള വീട്ടുകാരെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത അലീന ചേച്ചി വല്യപ്പച്ചനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളൂ. രേവതിക്കുട്ടി വെളിപ്പെടുത്തി. അയാളുടെ പേരെന്താണ്? മാമച്ചൻ തിരക്കി. ഔതക്കുട്ടിച്ചായൻ, രേവതിക്കുട്ടി പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ? മാമച്ചൻ നെറ്റി ചുളിച്ചു. വീട്ടുപേരെന്താണെന്നറിയോ? അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നു. വേറെ ആരുടെയെങ്കിലും പേരറിയോ? ഒരു ഔസേപ്പച്ചൻ, പിന്നെ റോബിച്ചൻ എന്നോ മറ്റോ പറയുന്ന കേട്ടു. വല്യപ്പച്ചന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നെന്ന് എനിക്കറിയാം. ചിന്നമ്മ. ചിന്നമ്മ? ഗ്രേസമ്മ ആശ്ചര്യപ്പെട്ടു. എന്താ ആന്റി? നീ ഉടനെ അലീനയെ വിളിച്ചു ചോദിക്ക്, കൊട്ടാരമറ്റത്തിൽ എന്നാണോ അവരുടെ വീട്ടുപേരെന്ന്. മാമച്ചൻ ഉദ്വേഗഭരിതനായി. ഭക്ഷണം കഴിച്ചിട്ട് അലീനയെ വിളിച്ചാൽ മതിയെന്ന് മാമച്ചനും ഗ്രേസമ്മയും പറഞ്ഞിട്ടും രേവതിക്കുട്ടിക്ക് അത്രയും ക്ഷമയുണ്ടായില്ല. അവൾ അപ്പോൾ തന്നെ റൂമിൽ പോയി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സെൽഫോൺ എടുത്തു കൊണ്ടുവന്നു. തിരിച്ചു ഡൈനിങ് റൂമിലെത്തുന്നതിനിടയിൽ അവൾ അലീനയുമായി സംസാരിച്ചു കഴിഞ്ഞു. അലീന എന്തു പറഞ്ഞു? ഗ്രേസമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ തന്നെയാ ആന്റി, രേവതിക്കുട്ടി അറിയിച്ചു. ഉറപ്പാണല്ലോ? മാമച്ചൻ ഉദ്വേഗഭരിതനായി തന്നെ ചോദിച്ചു. അതേന്നേ, അലീന ചേച്ചി ഇപ്പൊ തന്നെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമച്ചൻ അന്തം വിട്ടിരിക്കുകയാണ്. ഗ്രേസമ്മയുടെ മുഖത്തും ഒരു അമ്പരപ്പുണ്ട്. എന്തു പറ്റി രണ്ടു പേർക്കും? രേവതിക്കുട്ടി ഉത്കണ്ഠയോടെ ആരാഞ്ഞു. ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാർ തന്നെയാണോ ഈ ഔതക്കുട്ടിച്ചായനും കൂട്ടരും? ഇപ്പം അങ്ങനെയാണല്ലോ കാണുന്നത്. ഷെറിന്റെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ. അപ്പന്റെ പേര് ഔതക്കുട്ടിച്ചായൻ, അമ്മയുടെ പേര് ചിന്നമ്മ. സഹോദരങ്ങളിൽ ആൽബർട്ടിനെയും എനിക്കറിയാം. മൂത്തയാൾ ഔസേപ്പച്ചൻ. മാമച്ചൻ ആശ്ചര്യത്തോടെ പറഞ്ഞു കൊണ്ടിരുന്നു. ഇപ്പോഴെനിക്കു സ്റ്റാൻലി ജോസഫിനെയും ഓർമ്മ വരുന്നുണ്ട്. ഷെറിന്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലായിരുന്നെന്ന് ഷെറിൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പേര് മറന്നു പോയത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ അങ്കിളെ, നമ്മളിന്ന് പുനലൂര് പോയില്ലേ? അത് ഈ ഔതക്കുട്ടിച്ചായന്റെ വീട്ടിലായിരുന്നോ? രേവതിക്കുട്ടി അത്ഭുതത്തോടെ ചോദിച്ചു. ആയിരിക്കണമല്ലോ. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട്ടിൽ. അതെ. അപ്പോ അന്ന് നമ്മൾ അവിടെ വെച്ച് കണ്ടത് അലീന ചേച്ചിയുടെ സ്വന്തക്കാരെയായിരുന്നോ? പിന്നല്ലാതെ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഔതക്കുട്ടിച്ചായനെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ അങ്കിളെ. ശരിയാണ്. അന്ന് ഷെറിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ അവളുടെ അപ്പനുണ്ടായിരുന്നു കൂടെ. ഗ്രേസമ്മ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. നമുക്കെന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നുക. ഷെറിൻ ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും ആന്റി? ഇപ്പോൾ 30 വയസ്സിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. അപ്പോ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനോ? ഒരു 75 കാണുമായിരിക്കും അല്ലേ മാമച്ചായ? കൂടി വന്നാൽ 77. ഏറ്റവും ഇളയ മോളായിരുന്നോ ഷെറിൻ? അവൾ ഉണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള മക്കളെല്ലാം ഒരുമാതിരി വലുതായി. എന്നാലും ഭയങ്കര അതിശയായി പോയി കേട്ടോ. ഇത് ശരിയാണോ അങ്കിളെ? അതോ വേറൊരു കൊട്ടാരം മറ്റോ വേറൊരു ഔതക്കുട്ടിച്ചായനോ ഉണ്ടോ പുനലൂര്? മാമച്ചനും ഗ്രേസമ്മയും ഉത്തേജിതരായി ഇരിക്കുകയാണ്. അലീന ഷെറിന്റെ സഹോദരന്റെ മക്കളാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ തെളിയുന്നു. അലീനയ്ക്കു പുനലൂരിലെ തറവാട്ടിലേക്ക് കടന്നു ചെല്ലാം. ഷെറിനുമായിട്ട് സംസാരിക്കുകയും അവളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അതുമാത്രവുമല്ല, അലീനയ്ക്കൊരു പക്ഷേ ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് അപ്രത്യക്ഷമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കണ്ടെത്താനും കഴിഞ്ഞേക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടെടുക്കണം. കാരണം അത് തങ്ങളുടെ മരിച്ചുപോയ മകന്റെ കുഞ്ഞാണ്. അവനും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ജീവനുള്ള ഒരേ ഒരു അടയാളമാണത്.
അനാഥയായൊരു പെൺകുട്ടിയെ മകളെ പോലെ സ്നേഹിച്ചു സംരക്ഷിക്കുന്നതിന് ദൈവം ഇങ്ങനെയായിരിക്കാം പ്രതിഫലം തരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജീവനോടെയുണ്ടോ എന്ന് നിശ്ചയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും. അലീനയെ വിളിച്ചു നീ പറയണം, ഷെറിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അന്വേഷിക്കാൻ. അവൾക്കത് എളുപ്പമായിരിക്കും. മാമച്ചൻ രേവതിക്കുട്ടിയോട് പറഞ്ഞു. എന്തായാലും ഔതക്കുട്ടിച്ചായൻ അറിയാതെ ആ കുഞ്ഞ് എവിടെ മാഞ്ഞു പോകാൻ വഴിയില്ല. അലീനയോട് ഔതക്കുട്ടിച്ചായനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. രേവതിക്കുട്ടി പറയുന്നത് സത്യമാണെന്ന് അറിയാവുന്നതിനാൽ മാമച്ചൻ മിണ്ടിയില്ല. ഗ്രേസം പറഞ്ഞു. നമ്മളെക്കുറിച്ച് അവരോട് പറയരുതെന്ന് അലീനയോട് പ്രത്യേകം പറഞ്ഞേക്കണം. തൽക്കാലം നമുക്കവിടെ പോവുകയും വേണ്ട. ആർക്കും പ്രത്യേകിച്ചൊരു സംശയം തോന്നാത്ത വിധത്തിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ച് ഒന്നുകൂടെ ഉറപ്പാക്കട്ടെ. ആ കൊട്ടാരമറ്റവും ഈ കൊട്ടാരമറ്റവും ഒന്നു തന്നെയാണെന്ന്. എന്നിട്ട് ഉണ്ടാ മതി മനപ്പായസം. ബോബിക്കും സാന്ദ്രക്കും കാര്യമെന്തെന്ന് പിടികിട്ടിയില്ല. സാന്ദ്ര ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞു ഗ്രേസമ്മ ഒഴിഞ്ഞു മാറി. ഫോൺ 2 തവണ റിങ് ചെയ്തപ്പോഴേക്കും അലീന എടുത്തു. രേവതിക്കുട്ടിയുടെ കോളിനായി കാത്തിരിക്കുകയായിരുന്നു അവൾ. അല്പം മുമ്പ് രേവതിക്കുട്ടി വിളിച്ച് സംസാരിച്ചതിൽ നിന്ന് അവൾക്ക് ചിലതെല്ലാം ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. അലീന ചേച്ചി, രേവതിക്കുട്ടിയുടെ ശബ്ദം അവൾ കേട്ടു. ഞാൻ ഇവിടെയുണ്ടെടി. എന്തായി നിന്റെ ഇൻവെസ്റ്റിഗേഷൻ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി ഞെട്ടല്ലേ? നീ വാചകം അടിക്കാതെ കാര്യം പറ മോളെ. അലീന ചേച്ചി, ജോമോൻ ചേട്ടൻ സ്നേഹിച്ചിരുന്ന പെണ്ണ് ആരാണെന്ന് ചേച്ചിക്കറിയോ? ഷെറിൻ. ഷെറിൻ ആരാ? ആരാ? സാക്ഷാൽ കൊട്ടാരം മറ്റത്തിൽ ഔതക്കുട്ടിച്ചായന്റെ ഇളയ മകൾ, അലീന ചേച്ചിയുടെ പപ്പയുടെ അനുജത്തി. അലീന അത്ഭുതം കൊണ്ടു മിണ്ടാനാവാതെ മിഴിച്ചിരുന്നു പോയി. അലീന ചേച്ചി, ഇത് സത്യമാണോ മോളെ? ഇനി ഞാൻ ആണയിടണോ? ശരിക്കും അന്വേഷിച്ചിട്ടാണോ മോളെ നീ ഈ പറയുന്നത്? പിന്നില്ലാതെ. മാമച്ചൻ അങ്കിളിനും ആന്റിക്കും അറിയാലോ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ കുറിച്ച്. അത് വെച്ച് ഒത്തു നോക്കിയപ്പോ സംഗതി ശരിയാ. അല്ലെങ്കിൽ അലീന ചേച്ചി ഔതക്കുട്ടിച്ചായനോട് ചോദിച്ചു നോക്ക്. നിൽക്ക്, ആദ്യം എനിക്കൊന്ന് ബോധ്യമാവട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് എല്ലാം വിശദമായിട്ട്. വിശ്വാസം ആവണില്ല അല്ലേ? ആദ്യം എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഓർത്തിട്ടും അതിശയം തീരുന്നില്ല. രേവതിക്കുട്ടി, ഷെറിന്റെ പപ്പയുടെ പേര് ഔതക്കുട്ടിച്ചായൻ എന്ന് തന്നെയാണെന്നും അമ്മയുടെ പേര് ചിന്നമ്മയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു. ഷെറിന്റെ സഹോദരന്മാരുടെ പേര് കൂടി കേട്ടതോടെ അലീനയ്ക്ക് തീർച്ചയായി. അതിനുശേഷം തോട്ടത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറഞ്ഞു. നീ ഓഫീസിലേക്ക് വരുമ്പം അവളെ കൂടി കൊണ്ടുവരണം. ഇതിന്റെ നടത്തിപ്പൊക്കെ അവളും കൂടി ഒന്ന് കണ്ടുപഠിക്കട്ടെ. പഠിച്ചിട്ട് എന്തു ചെയ്യാനാ? സ്റ്റാൻലി താൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ കരസ്ഥമാക്കിയ മിലിറ്ററി ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഔതക്കുട്ടിച്ചായന്റെ നേർക്ക് നെറ്റി ചുളിച്ചു നോക്കി. നിനക്ക് വല്ല വയ്യായികയോ മറ്റോ വരുമ്പം അവൾ ഇതെല്ലാം വേണ്ട പോലെ നോക്കി നടത്തിക്കോളുമല്ലോ. അതിന്റെ ആവശ്യം എന്തായാലും വരില്ല. 1 വർഷത്തിനുള്ളിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനിടയ്ക്ക് ഇവിടുത്തെ റബ്ബർ തോട്ടം ഭരിക്കാൻ പഠിക്കേണ്ട കാര്യമെന്താ? 1 കൊല്ലത്തിനകത്ത് കല്യാണം നടത്താനോ? പുര നിറഞ്ഞു നിൽക്കണമെന്നല്ലോ അവൾ. വയസ്സ് 24 ആയിട്ടുള്ളൂ. ഔതക്കുട്ടിച്ചായൻ ഓർമ്മിപ്പിച്ചു. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അവൾ പഠിക്കുന്നില്ല, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നില്ല. അവൾക്കുള്ള സ്ത്രീധന തുക സംഘടിപ്പിക്കാനും കാലതാമസം വേണ്ട. പിന്നെ ആർക്കു വേണ്ടിയാ സമയം പാഴാക്കുന്നത്? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. എന്നാലും 1 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകും. അവൾക്ക് നമ്മുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നില്ലല്ലോ. ആരുടെ കൊതി തീർന്നില്ല? അലീനയുടെയോ അതോ അപ്പച്ചന്റെയോ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, 1 കൊല്ലത്തിനകത്ത് അവളെ കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ അപ്പച്ചന്റെ സമ്മതം ആർക്കു വേണം? അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയും. 2 കൊല്ലമെങ്കിലും കഴിയാതെ ഒരു കല്യാണത്തിന് സമ്മതം മൂളരുതെന്നും നിനക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്നും അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ഞാൻ പറയുന്നതേ കേൾക്കൂ, ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലിക്ക് ദേഷ്യം പിടിച്ചു. അപ്പച്ചൻ ഇന്ന് തന്നെ പുനലൂർക്ക് വിട്ടോ. ഞാൻ ബൈജുവിനോട് പറഞ്ഞേക്കാം കൊണ്ടുവിടാൻ. ഇനി ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിലും എനിക്കല്ല അപ്പച്ചനെ സംരക്ഷിക്കാനുള്ള ചുമതല. ഇളയ മോൻ ഒരുത്തനുണ്ടല്ലോ, റോബിച്ചൻ. അവന്റെ കടമ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വണ്ടി നിർത്ത്, ഔതക്കുട്ടിച്ചായൻ ആജ്ഞാപിച്ചു. എന്തിന്? വണ്ടി നിർത്തടാ. സ്റ്റാൻലി സൈഡ് ഒതുക്കി ജീപ്പ് നിർത്തി. ഔതക്കുട്ടിച്ചായൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് സ്റ്റാൻലിയുടെ നേർക്ക് തട്ടിക്കയറി. നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ എന്നാടാ വലിയ കേണലായത്? എന്റെ മടി കടന്ന് അപ്പിയുടെ മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേടാ നീ? അതും പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ കാലുകൾ നീട്ടിവെച്ച് നടപ്പു തുടങ്ങി. അല്പനേരം അനങ്ങാതിരുന്നിട്ടോ സ്റ്റാൻലി ജീപ്പ് മെല്ലെ ഉരുട്ടി ഔതക്കുട്ടിച്ചായന്റെ ഒപ്പം എത്തി. അപ്പച്ചൻ വണ്ടിയിലോട്ട് കയറ്. നിനക്കെന്നാ വണ്ടിയും കിണ്ടിയൊക്കെ ഉണ്ടായത്? അതൊന്നുമില്ലാത്ത കാലത്തും നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ ഈ ഔതക്കുട്ടി.
അപ്പോൾ അപ്പച്ചൻ കേറുന്നില്ല. ഇല്ല, നീ നിന്റെ പാട്ടിന് പോ. സ്റ്റാൻലി ജീപ്പ് ഓടിച്ചു നീങ്ങി. റബ്ബർ തോട്ടത്തിലൂടെ വളവു തിരിവുകൾ നിറഞ്ഞ ഇറക്കമാണ്. വളവുകൾക്കപ്പുറം ജീപ്പ് മറയുന്നത് നോക്കി ഔതക്കുട്ടിച്ചായൻ നടന്നു. 1 കിലോമീറ്ററോളം നടന്ന് തോടിന് മീതെയുള്ള പാലത്തിലെത്തിയപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. സ്റ്റാൻലി ബോണറ്റിൽ ചാരി നിന്നു ചുരുട്ടു വലിക്കുന്നുണ്ട്. ജീപ്പിനെ കടന്നു പോകാൻ ഭാവിച്ച ഔതക്കുട്ടിച്ചായനോട് സ്റ്റാൻലി ചോദിച്ചു, പുനലൂര് വരെ നടക്കാനാണോ പ്ലാൻ? അത് ഞാൻ തീരുമാനിച്ചില്ല. എന്നാൽ ജീപ്പിലോട്ട് കയറി. വിസമ്മതാഭാവത്തിൽ ഔതക്കുട്ടിച്ചായൻ നിന്നു. രണ്ടാമത് പറയിപ്പിക്കല്ലേ? സ്റ്റാൻലി മീശ വിറപ്പിച്ചു. ഔതക്കുട്ടിച്ചായൻ പിണങ്ങിയ കുട്ടിയെ പോലെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റാൻലിയും കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിനിടയിൽ സ്റ്റാൻലി പറഞ്ഞു, അലീനയുടെ അപ്പൻ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെയുണ്ട്. അപ്പച്ചൻ അതിലൊന്നും കൈ കടത്തരുത്. അതുപോലൊരു അവകാശം നിന്റെ കാര്യത്തിൽ എനിക്കുമുണ്ട്. നിന്റെ അപ്പനല്ലേടാ ഞാൻ. അവളുടെ വിവാഹകാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയ്ക്ക് അപ്പച്ചൻ പാറ വയ്ക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവൾ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്കു വേണ്ടി തിരഞ്ഞെടുക്കൂ. അവൾക്കു പക്ഷേ അവളുടേതായ ചില ഇഷ്ടങ്ങളൊക്കെയുണ്ട്. എന്നുവെച്ചാൽ? അപ്പച്ചൻ തെളിയിച്ചു പറ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അവളെ കാണാൻ വന്നിരുന്നല്ലോ. അവർ തമ്മിൽ ഇഷ്ടമാണെന്നാ എന്റെ അറിവ്. അപ്പച്ചൻ എങ്ങനെ അറിയാം ഇഷ്ടമാണെന്ന്? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അവന് അവളോട് വലിയ സ്നേഹമാ. കല്യാണം കഴിക്കാൻ ആലോചനയൊക്കെയുണ്ട്. അലീനക്കോ? ഞാൻ അവളോട് ചോദിച്ചു. അവൾക്കും ഇഷ്ടമാണെന്നാ പറഞ്ഞത്. സ്റ്റാൻലി അല്പനേരം മൗനമായിരുന്നു. ഓരോ ചിന്തയുടെ അവസാനത്തിലെത്തിയ മട്ടിൽ പറഞ്ഞു, സാരമില്ല. അവളെ ആരും ഇഷ്ടപ്പെട്ടു പോകും. തിരിച്ചും ഒരിഷ്ടം തോന്നിയേക്കാം. ഈ പ്രായത്തിൽ അതെല്ലാം സ്വാഭാവികമാണ്. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ. അവളുടെ മനസ്സിൽ അവന് വലിയ സ്ഥാനമുണ്ട്. അവനെ വലിയ കാര്യമാ. അവൾ ആ പാലാ വീട്ടിലെ വേലക്കാരിയായിട്ട് നിന്ന സമയത്ത് അവൻ സഹായിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത്രയുള്ളോ? പകരം അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുത്തേക്കാം. അങ്ങനെയല്ല ലാളിച്ച. സമ്പത്തു കാലത്തു സഹായിച്ചവരെ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും. പക്ഷെ ഒരാപത്തു കാലത്ത് സഹായിച്ചവരെ മറക്കാൻ മനസാക്ഷിയുള്ളവർക്ക് പറ്റത്തില്ല. അതിന്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നും വരില്ല. അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പച്ചനോട് അവൾ പറഞ്ഞോ? അത്രയൊന്നും അവൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോൾ അവനായിരിക്കും മുന്നിൽ. നമുക്കത് പറ്റില്ലെന്ന് അപ്പച്ചൻ അവളോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അവളോട്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്കിങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോഴെന്തു പറഞ്ഞു? ഞാനും നീയും ഒന്നും ക്രിസ്ത്യാനികളെ അല്ലെന്ന അവളുടെ അഭിപ്രായം. ഔതക്കുട്ടിച്ചായൻ വെളിപ്പെടുത്തി. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ അപ്പച്ച? ഒരു ദിവസം അവൾ എന്നോട് തർക്കത്തിന് വന്നു. ഞാനീ തോട്ടത്തിൽ ചെക്ക് ഡാം കെട്ടിയത് ശരിയായില്ല. തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ആരോപണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം അങ്ങനെ വല്ലവർക്കും വാരി കൊടുക്കാൻ പറ്റൂ? അവൾ ഏതു ലോകത്താ ജീവിക്കുന്നത്? അവൾ അനാഥാലയത്തിൽ വളർന്നതിന്റെ കുഴപ്പമാ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുമല്ലേ നാം വന്നത്. അത് കഴിഞ്ഞില്ലേ? ഇപ്പോൾ സുഖമല്ലേ അവൾക്ക്? ഇനി എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്? വിട്ടേക്കണം. പക്ഷെ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും എല്ലാം ശരിയാണല്ലോ എന്ന്. ഒരു മറുപടിയും നമുക്ക് പറയാനില്ല. അതാണൊരു പ്രശ്നം. സംഗതി ശരിയാണെന്ന് സ്റ്റാൻലിക്കും അറിയാം. അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ദേഷ്യം കൊണ്ടോ ഗർവ് കൊണ്ടോ ഉഗ്രശാസന കൊണ്ടോ അവളെ നിശബ്ദയാക്കാനും സാധ്യമല്ല. പക്ഷെ അവളുടെ കല്യാണക്കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനമെടുക്കും. പാലാക്കാരനുമായിട്ടുള്ള ബന്ധം എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നിന്ന്. അതിനെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ട് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക, സ്റ്റാൻലി നിർദ്ദേശിച്ചു. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം, ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. അപ്പോഴേക്കും ജീപ്പ് ബംഗ്ലാവിലെത്തി. അലീന ആന്റപ്പനുമായി സംസാരിച്ചു കൊണ്ട് സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായിരുന്നതിനാൽ അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. ഊണിന് ശേഷം ഔതക്കുട്ടിച്ചായൻ പത്രം മറിച്ചു നോക്കിക്കൊണ്ട് ഉച്ചമയക്കത്തിന് കാത്തു കിടക്കുമ്പോൾ അലീന മുറിയിലേക്ക് ചെന്നു. വല്യപ്പച്ചന് ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം. ഉറക്കം വരുമ്പോ നിർത്താം. വർത്താനം പറയാനൊരാളുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ? നല്ല കളിയായി. ചുമ്മാ ഇരുന്ന് മടുക്കുമ്പോഴാ ഉറങ്ങുന്നേ. ഔതക്കുട്ടിച്ചായൻ ഉത്സാഹത്തോടെ എഴുന്നേറ്റിരുന്നു. വല്യപ്പച്ചൻ എന്നെ എന്നാ പുനലൂർക്ക് കൊണ്ടുപോകുന്നേ? വല്യപ്പച്ചന്റെ തറവാട്ടിൽ. അത് നിന്റെ അപ്പൻ സമ്മതിക്കണ്ടേ? അവൻ പിടിക്കുന്ന മുയലിനെല്ലാം 3-4 കൊമ്പ. പപ്പയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വല്യപ്പച്ചൻ റെഡിയാണോ? അതായത് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ കാര്യത്തിൽ എന്റെ മക്കളെല്ലാം ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുക. ലാലിച്ചനെ പേടിച്ചിട്ടാ അവരിവിടെ വന്ന് സംസാരിക്കാത്തത്. അവനോടുള്ള ദേഷ്യം എല്ലാം കൂടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ അടുത്ത് അവര് തീർക്കുന്നത്. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ.
അവരെല്ലാരും കൂടി എന്നെ കൊല്ലുമോ? അങ്ങനൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം നിന്റെ ദേഹത്ത് തൊടാൻ. അവരെന്തു ചെയ്യുമെന്ന് പറ. വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ലെങ്കിലെന്നാ? വല്യപ്പച്ചന്റെ വീടല്ലേ അത്? വല്യപ്പച്ചൻ അവിടുത്തെ കടുവല്ലായിരുന്നോ? അതൊക്കെ പണ്ട്. ഇപ്പം സ്വത്തെല്ലാം വീതം വെച്ചു മക്കൾക്ക് കൊടുത്തില്ലേ? വീട് എന്റെ പേരിലാണെങ്കിലും ഭരണമൊക്കെ റോബിച്ചനും ഭാര്യയും കൂടിയാ. എന്നാലും വല്യപ്പച്ചനൊരു പിടിപാടില്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല. അങ്ങനൊരു ഇടപാടാ. നമ്മൾ അധികാരം വിട്ടുകൊടുത്താ പിന്നെ നമ്മുടെ വാക്കിന് എന്തു വിലയാ? അതെന്തിനാ വിട്ടുകൊടുത്തത്? അവർക്കും ഭരിക്കണ്ടേ? ഞാൻ ഏതാണ്ട് 40 കൊല്ലത്തോളം എല്ലാം കൈവശം വെച്ച് ഭരിച്ചു. ഒരു 25 കൊല്ലമെങ്കിലും അവർക്കും കിട്ടണ്ടേ? എന്റെ മക്കളല്ലേ? ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. പുരുഷന്റെ ജീവിതം എന്ന് പറഞ്ഞ അതിനെ 4ആയിട്ട് തിരിക്കാം. കുതിര, കഴുത, പട്ടി, മൂങ്ങ. അതൊന്ന് വിസ്തരിച്ചു പറ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. അലീനയ്ക്ക് ഉത്സാഹമായി. കുതിരയെന്ന് പറഞ്ഞ കുതിച്ചു ചാടി മറിഞ്ഞു മതിച്ചു വളരുന്ന കാലമാ കല്യാണം വരെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഴുതയാ. വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിച്ചു വളർത്തണം, അവർക്ക് വേണ്ടി വല്ലതും സമ്പാദിക്കണം, കഴുതയെ പോലെ പണിയെടുക്കുക. മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടിയ. മക്കള് കുടുംബം ഭരിക്കുന്നു, പോകുന്നു, വരുന്നു, അവരുടെ മക്കളെ വളർത്തുന്നു. നമ്മൾ വീട്ടുകാവലിന് ഒരാള്, വല്ലപ്പോഴും ചന്തയ്ക്ക് പോകാനും, അതും കഴിഞ്ഞാൽ പിന്നെ മൂങ്ങ. ഈടു തീർന്നു. ഒരിടുങ്ങിയ മുറിയും ഒരു പാളി ജനലും ഒരു പഴയ കട്ടിലും. എഴുന്നേൽക്കണമെങ്കിൽ ആരെങ്കിലും പിടിക്കണം. പാതി ഇരുട്ടത്ത് അങ്ങനെ ഒറ്റയ്ക്കൊരു കിടപ്പ. ഇടയ്ക്കിടയ്ക്ക് മക്കളോ ബന്ധുക്കളോ ഒക്കെ സന്ദർശിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, സുഖമാണോ വല്യപ്പച്ച? നമ്മൾ ചുമ്മാ മൂളും. വല്യപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോഴും ഇതാണു മൂങ്ങ. അയ്യോ കഷ്ടം. വല്യപ്പച്ചൻ ഇപ്പം ഏതവസ്ഥയിലാ? പട്ടി. വല്യപ്പച്ചന് വിഷമമുണ്ടോ? അലീന വല്ലായ്മയോട് ചോദിച്ചു. ഔതക്കുട്ടിച്ചായൻ പുഞ്ചിരിച്ചു. എന്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലല്ലോ ആദ്യത്തെ പട്ടി, അവസാനത്തെ പട്ടിയും ഞാനല്ല. എല്ലാവരും ഇത് കടന്നു പോയേ പറ്റൂ. അലീന ദീർഘമായൊന്ന് നിശ്വസിച്ചു. വല്യപ്പച്ചന്റെ മക്കളെ പറ്റിയൊക്കെ എന്നോടൊന്ന് വിസ്തരിച്ച് പറയാമോ? അറിഞ്ഞിട്ടെന്തിനാ? എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയണ്ടേ വല്യപ്പച്ച? ശരി, പറഞ്ഞേക്കാം. ഔതക്കുട്ടിച്ചായൻ തന്റെ മക്കളെ പറ്റി അലീനയോട് പറഞ്ഞു തുടങ്ങി. 4 ആൺമക്കൾ, 2 പെൺമക്കൾ. ആൺമക്കളുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, ജീവിത നിലവാരം എല്ലാം വിശദമായി അലീന ചോദിച്ചറിഞ്ഞു. പെൺമക്കളിൽ മൂത്തവൾ കന്യസ്ത്രീയാകാൻ പോയി. സിസ്റ്റർ മെരിയ റോസ്. ലില്ലിക്കുട്ടി എന്നാ ശരിക്കുള്ള പേര്. ഇപ്പം വടക്ക, ബംഗാളിന്റെയൊക്കെ വടക്ക്. സ്ഥലപ്പേര് ഞാൻ മറന്നു. അതിന്റെ ഇളയവളെ കെട്ടിച്ചു. ഒരു ഗൾഫുകാരനാ കെട്ടിയത്. ഔതക്കുട്ടിച്ചായൻ വെളിപ്പെടുത്തി. ആ മോളുടെ പേരെന്താ? ഷെറിൻ. റാണി മോളെന്നാ ഞങ്ങളെല്ലാം വിളിക്കുന്നേ. വലിയ പഠിത്തക്കാരിയാ. ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഉണ്ടായിരുന്നതാ. ദേഹത്തുടനീളം ഒരു തരിപ്പ് പടരുന്നത് അലീന അറിഞ്ഞു. ഒരു മഹാരഹസ്യത്തിന്റെ താക്കോൽ കണ്ടെത്തുമ്പോഴത്തെ ആത്മഹർഷമാണത്. ഭർത്താവിന്റെ പേരോ? ടോണി. മാമച്ചൻ അങ്കിളും ആന്റിയും താനും രേവതിക്കുട്ടിയും കൂടി മൂവാറ്റുപുഴയിൽ പോയി ടോണിയെ കണ്ടത് അലീനയുടെ ഓർമ്മയിലെത്തി. അവരിപ്പോ എവിടെയാ? അലീന ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അവരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നു. ഔതക്കുട്ടിച്ചായൻ എങ്ങും തൊടാതെ പറഞ്ഞു. ഷെറിൻ ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? ഗൾഫിലാണോ അതോ? നിനക്കവൾ ചേച്ചിയല്ല മോളെ, നിന്റെ ഇളയമ്മയായിട്ട് വരും. അവൾ ഇപ്പം വീട്ടിലുണ്ട്. അവന് മാത്രമേ ഉള്ളൂ ജോലി. ഏതു വീട്ടിലാ? ഭർത്താവിന്റെ വീട്ടിലാണോ അതോ? പുനലൂരുണ്ട്. അവൻ അവധിക്ക് വരുമ്പോഴേ അവൾ മൂവാറ്റുപുഴയ്ക്ക് പോകത്തുള്ളൂ. അങ്ങനാ പതിവ്. ഇത്രയൊക്കെ പഠിച്ച ഷെറിൻ ആന്റിക്കും കൂടി ഗൾഫിൽ ജോലി കിട്ടില്ലായിരുന്നോ? അതിനുവേണ്ടി ശ്രമിച്ചു. അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെയാ. അവനും ഉത്സാഹിച്ചില്ലെന്ന് കരുതിക്കുന്നു. ഷെറിൻ ആന്റിയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം എത്ര വർഷമായി? ഇപ്പം 3-3.5 വർഷമായി. എത്ര കുട്ടികളുണ്ട്? 1-2? മക്കളൊന്നും ആയില്ല. ആരു പറഞ്ഞുണ്ടെന്ന്? വല്ലപ്പച്ചൻ കള്ളം പറയുമ്പോൾ ശബ്ദത്തിന് വേണ്ടത്ര ബലമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അതെന്താ മക്കളില്ലാത്തേ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ വല്യപ്പച്ച? അങ്ങനാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താമല്ലോ. ഓ, കണ്ട അനാഥ പിള്ളാരെ ഒന്നും ദത്തെടുത്ത് വളർത്തേണ്ട ഗതികേട് അവർക്കില്ല. ഔതക്കുട്ടിച്ചായൻ കോട്ടുവായിട്ടു. വല്യപ്പച്ചൻ അനാഥ കുഞ്ഞുങ്ങളെ വില കുറച്ച് കാണരുത്. ഞാനും ഒരിക്കൽ ഒരു അനാഥ കുഞ്ഞായിരുന്നു. 23 വർഷം അവിടുത്തെ ചോറുണ്ടാണ് ഞാൻ വളർന്നത്. അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഓരോ അനാഥ കുഞ്ഞിന്റെയും ജന്മത്തിനു പുറകിൽ ആരുടെയൊക്കെയോ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ക്രൂരതയുണ്ട്. അവരുടെ കാണാമറയത്ത് അവരെ പ്രസവിച്ച അമ്മമാരുടെ കരച്ചിലുണ്ട്. ഔതക്കുട്ടിച്ചായൻ ചൂളിപ്പോയി. ഓർക്കാതെയാണെങ്കിലും താൻ അനാഥ കുട്ടികളെ പറ്റി താഴ്ത്തി പറഞ്ഞത് അവളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾക്ക് വല്ലായ്മ തോന്നി. അവളുടെ മുഖത്ത് നോക്കാൻ കൂടി മടിച്ച് അയാൾ വിഷണ്ണനായിരുന്നു. അലീന അയാളുടെ കരം ഗ്രഹിച്ചു. സാരില്ല വല്ലപ്പച്ചൻ അതോർത്ത് വിഷമിക്കേണ്ട.
അവൾ സാന്ത്വനിപ്പിച്ചു. വല്യപ്പച്ചൻ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകണം. എനിക്ക് എല്ലാവരെയും കാണണം, പ്രത്യേകിച്ചു ഷെറിൻ ആന്റിയെ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എനിക്കൊരു കൂട്ടാകുമല്ലോ. എനിക്ക് ഉറക്കം വരുന്നു, ഞാനൊന്ന് കിടക്കട്ടെ. ഔദക്കുട്ടിച്ചായൻ മെത്തയിലേക്ക് ചാഞ്ഞു. പപ്പയോട് ചോദിച്ചു ഞാൻ സമ്മതം വാങ്ങിപ്പിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഒന്നിച്ച് പുനലൂർക്ക് പോകും. അലീന തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്ന് ഔദക്കുട്ടിച്ചായന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തോരും മുമ്പേ പരമ്പരയിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.